എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അവരുടെ ചില എക്സ്പ്രഷൻസ്, അവരുടെ ചില ബോഡി ലാംഗ്വേജസ് അല്ലെങ്കിൽ ചില ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ പുരുഷന്മാരെ ഈ പറഞ്ഞ സ്ത്രീകളിലേക്ക് ഒരു കാന്തം പോലെ വലിച്ചടിപ്പിക്കുന്ന, ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്ര ഇഷ്ടം തോന്നത്തില്ലെങ്കിലും പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ അവരെ അത് വല്ലാണ്ട് ആകർഷിക്കും. അവർക്കത് വളരെയധികം ക്യൂട്ടായിട്ട് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള 7 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ 10ലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള പെൺകുട്ടികളെ, സ്ത്രീകളെയൊക്കെ കൂടുതൽ സുന്ദരികളാക്കുന്ന, പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ കേട്ടോ, എങ്കിലും സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ 10ലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാൻ, കൂടുതൽ സുന്ദരിമാരാവാം, കൂടുതൽ നല്ല നിറമൊക്കെ വെക്കാനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടി വേണ്ടവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഒന്നാമതായിട്ട് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ടെൻഷൻ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ നെർവസ്നെസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ചില രീതികളും സ്റ്റൈലുകളും ഒക്കെ പുരുഷന്മാരെ വളരെയധികം ആകർഷിക്കുന്നതാണ്. പുരുഷന്മാർക്ക് അത് വളരെയധികം ക്യൂട്ടായിട്ട് തോന്നുന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ഭയങ്കര ടെൻഷനാണ് അല്ലെങ്കിൽ വല്ലാണ്ട് നെർവസ് ആയിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെ നഖം കടിക്കും. ചില സ്ത്രീകൾ ഇങ്ങനെ നഖം കടിക്കും. നമുക്കറിയാം, നഖം കടിക്കുന്ന ഒരു മോശം സ്വഭാവമാണെങ്കിലും സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നഖം കടിക്കുന്നത് കാണുമ്പോൾ പുരുഷന്മാർക്ക് സത്യത്തിൽ അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ടാണ് തോന്നുന്നത്. അതിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു എക്സ്പ്രഷനായിട്ടാണ് തോന്നുന്നത്. അത് തന്നെയല്ല, ഇനി ടെൻഷൻ വരുമ്പോൾ, നെർവസ് ആകുമ്പോഴത്തേക്കും ചില സ്ത്രീകൾക്ക് അയ്യോ ഷോ ആ രീതിയിലൊക്കെ വെക്കത്തില്ല. അപ്പം അല്ലെങ്കിൽ അവരിങ്ങനെ തലമുടി പിടിച്ചു വലിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ നെർവസ്നെസ്സിൻ്റേതായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പുരുഷന്മാർക്ക് അതൊരു വളരെ ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്വീറ്റായിട്ടുള്ള, വളരെ ആകർഷണീയമായിട്ടുള്ള, അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടുക. ഇനി രണ്ടാമത്തെ ഡാൻസിങ് മൂവ്മെൻറ്റ്സ് ആൻഡ് സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ്സ് ആണ്. അതായത് പെൺകുട്ടികൾ, സ്ത്രീകളൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലത്തെ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കുമ്പോൾ, അതിപ്പോൾ പ്രത്യേകിച്ച് ഡാൻസ് അറിഞ്ഞിട്ടൊന്നുമല്ല, ഇപ്പോൾ വെറുതെ ഡാൻസ് കളിക്കുന്ന പോലെ ആ രീതിയിലൊക്കെ ബോഡി ചലിപ്പിച്ചാലും, അതും അല്ലെങ്കിൽ അവരിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന പോലെ, ഇപ്പോൾ നമ്മൾ യോഗ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ സ്ട്രെച്ച് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ സ്ട്രെച്ചിങ് മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കുമ്പോഴും അതൊക്കെ കാണുന്ന പുരുഷന്മാർക്ക് അത് വല്ലാത്ത ആകർഷണീയമായിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്കത് വല്ലാത്ത ഇറസിസ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുക. പലപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെയുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഡാൻസ് കളിച്ചിട്ട്, ഇപ്പോൾ അത് ഡാൻസ് ഒന്നും അറിയത്തില്ല, ഡാൻസിൻ്റെ ABCD പോലും അറിയത്തില്ല, എങ്കിലും ഡാൻസ് കളിക്കുന്ന പോലെ എന്തൊക്കെയോ അംഗചലനങ്ങളൊക്കെ കാണിച്ച് റീൽസ് ഇട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും റീച്ച് കിട്ടിയത്, അതും അല്ലെങ്കിൽ ഒരു എക്സസൈസ് വീഡിയോ ഇട്ടപ്പോൾ എന്തുകൊണ്ട് ഇത്ര റീച്ച് കിട്ടി, അതും അല്ലെങ്കിൽ ജിമ്മിൽ പോയപ്പോൾ എന്തുകൊണ്ട് ഇത്ര റീച്ച് കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം ഒന്നേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകൾ, പെൺകുട്ടികൾ അപ്പോൾ ഈ രീതിയിലുള്ള സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ ഡാൻസിങ് മൂവ്മെൻറ്റ്സുകളൊക്കെ കാണിക്കുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ആകർഷണീയമായിട്ട് തോന്നുന്നൊരു സംഭവമാണ്. ഇനി മൂന്നാമത്തെ ലിപ് ബൈറ്റിംഗ് ആണ്. അപ്പോൾ സ്ത്രീകൾ അറിഞ്ഞോ അറിയാതെ ഇടയ്ക്ക് ഇങ്ങനെ ചുണ്ട് കടിക്കാറുണ്ട്. ഒരു പക്ഷേ അവരുടെ ഒരു മാനറിസത്തിൻ്റെ ഭാഗമായിരിക്കാം. അതുപോലെ ചിലപ്പോൾ അവരുടെ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ അത് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചുണ്ട് കടിക്കുന്നവരുണ്ട്. അതും അല്ലെങ്കിൽ അവർ തന്നെ ബോധപൂർവ്വം അല്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ ചുണ്ടൊക്കെ കടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചുണ്ട് കടിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർക്കൊന്നും ഫീൽ ചെയ്യാറില്ലെങ്കിലും അത് പുരുഷന്മാർ കാണുമ്പോൾ അവർക്കത് വല്ലാതെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ വല്ലാണ്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അവർക്ക് തോന്നുക. അപ്പോൾ പുരുഷന്മാരൊന്നും എന്നെ നോക്കരുത് അല്ലെങ്കിൽ എന്നിലേക്ക് ആകൃഷ്ടരാകരുത് എന്ന ആഗ്രഹമുള്ള സ്ത്രീകളൊന്നും അറിയാതെ പോലും ഇങ്ങനെ ലിപ് ബൈറ്റിംഗ് ചെയ്യരുത് പുരുഷന്മാരുടെ മുന്നിൽ വെച്ചിട്ട്. ഇനി നാലാമത്തെ ഫണ്ണി ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്. അതായത് മുഖം കൊണ്ട് കാണിക്കുന്ന വികൃതികൾ, കുസൃതികൾ. സ്ത്രീകൾ പലപ്പോഴും മുഖം കൊണ്ട് പല കുസൃതികളും വികൃതികളും ഒക്കെ കാണിക്കാറുണ്ട്. ഇങ്ങനെ കവിളൊക്കെ വീർപ്പിച്ച് പിടിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടി അങ്ങനെയൊക്കെ അവർ കാണിക്കും. ചിലപ്പോൾ ഇങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ പുറത്തിട്ട് അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ അവർ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ മുമ്പിലായിരിക്കും അങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത് കാണുന്ന പുരുഷന്മാർക്ക്, ഇപ്പോൾ വേറെ സ്ത്രീകളൊക്കെ ഇത് കാണുമ്പോൾ അയ്യേ ഇവൾ എന്നാ പരിപാടി കാണിക്കുന്നത് എന്നായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു ഗോഷ്ടിയൊക്കെയാണ് ഇവൾ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ആയിരിക്കും മറ്റ് സ്ത്രീകൾ അത് കാണുക. പക്ഷേ പുരുഷന്മാർ ഇത് കാണുമ്പോൾ ഇത് പുരുഷന്മാർക്ക് വളരെയധികം ആകർഷണീയമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അത് പുരുഷന്മാരെ വളരെയധികം ആകർഷിക്കും. അവർക്ക് നിങ്ങളോട് വല്ലാണ്ട് അട്രാക്ഷൻ തോന്നും, അല്ലെങ്കിൽ വല്ലാണ്ട് അത് ക്യൂട്ടായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളോട് തന്നെ അവർക്കൊരു ചിലപ്പോൾ മനസ്സിലൊരു ഇഷ്ടമൊക്കെ അറിയാതെ തോന്നിപ്പോകുന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് സ്ത്രീകളുടെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള നടത്തം തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത്. അതായത് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള നടത്തമുണ്ട്. ഇങ്ങനെ കുണുങ്ങിയൊക്കെയുള്ളൊരു നടത്തം ഉണ്ടല്ലോ. പണ്ട് കവികളൊക്കെ അതിനെപ്പറ്റി ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്, ഭാവനയിൽ കണ്ടിട്ടുണ്ട്, അന്നനട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു മോഡേൺ ആയിട്ടുള്ള പരിഷ്കരിച്ച രൂപമാണ് ഈ റാമ്പ് വാക്കിംഗ് ഒക്കെ. അപ്പോൾ ആ ഒരു നടത്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു സ്ത്രൈണ ഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം മുഴുവൻ ആ ഒരു നടത്തത്തിൽ തന്നെ വെളിവാകുമെന്നാണ് പറയപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ റാമ്പ് വാക്കിലൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ പൂർണ്ണമായിട്ടും ആ ഒരു സ്ത്രീയിലേക്ക് ഒതുങ്ങുന്നത്. കാരണം ഓള തട്ടവിട്ട് കഴിഞ്ഞാൽ
സാറേ ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ രീതിയിൽ സ്ത്രീകളുടെ നടത്തത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്യൂട്ടായിട്ട് തോന്നുന്നതാണ് ആ ഒരു സ്ത്രൈണഭാവത്തിലുള്ള ആ ഒരു നടത്തം. പക്ഷേ എല്ലാ സ്ത്രീകളും ആ ഒരു രീതിയിലല്ല നടക്കുന്നത്. ചില സ്ത്രീകൾക്ക് ആ രീതിയിൽ നടക്കാൻ തന്നെ അറിയത്തില്ല. പക്ഷേ ഒരു ഭൂരിപക്ഷം സ്ത്രീകൾക്കും ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റൈൽ നാച്ചുറലായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെ അവർ നടക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ആയിപ്പോവും. ആറാമായിട്ട് പുരുഷന്മാർക്ക് സ്ത്രീയിൽ വളരെയധികം ആകർഷണീയമായിട്ട് തോന്നുന്ന ഒന്നാണ് സ്ത്രീകളുടെ നോട്ടത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ സ്ത്രീകളുടെ കണ്ണ് ചിമ്മുന്നതിൻ്റെ പ്രത്യേകത. സ്ത്രീകൾ ഒരു പ്രത്യേക രീതി ഇങ്ങനെ കണ്ണ് ചിമ്മാറുണ്ട്. അത് കാണുമ്പോൾ പുരുഷനത് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പല രീതിയിൽ നോക്കാനറിയാം, പല ഭാവങ്ങളിൽ നോക്കാനറിയാം, അല്ലെങ്കിൽ പല തരത്തിലുള്ള രസങ്ങളോടുകൂടി നോക്കാനറിയാം. പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് രീതിയിലൊക്കെയാണ് സ്ത്രീകൾ നോക്കുന്നതെങ്കിൽ പുരുഷന്മാർക്ക് ആ ഒരൊറ്റ നോട്ടം മതി. പല പുരുഷന്മാരും തലയും കുത്തി അവിടെ ഫ്ലാറ്റ് ഓൺ ദി ഫ്ലോർ എന്ന് പറഞ്ഞ പോലെ മൂക്കും കുത്തി വീഴും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നോട്ടങ്ങൾ പുരുഷൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ചിലപ്പോൾ സ്ത്രീകളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കും. ചിലപ്പോൾ വളരെ കുസൃതിയോടുകൂടിയുള്ള ഒരു നോട്ടം, പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ പെട്ടെന്ന് തല വെട്ടിച്ചിട്ടുള്ളൊരു നോട്ടമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സ്ത്രീകളുടെ ഈ നോട്ടവും കണ്ണ് ചിമ്മുന്ന ആ ഒരു രീതിയൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ച് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഏഴാമായിട്ട് സ്ത്രീയിൽ പെൺകുട്ടികളിലൊക്കെ പുരുഷന്മാർക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് സ്ത്രീകളുടെ ഭക്ഷണ രീതികളും അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതികളും ഒക്കെ. അതായത് ഈ ഭക്ഷണ രീതിയിൽ തന്നെ ഇപ്പോൾ അവർ മുഖത്തൊക്കെ നിറയും ഫുഡ് ആവുന്ന രീതിയിലൊക്കെ അവർ വാരി വലിച്ച് അശ്രദ്ധമായിട്ട് ഫണ്ണി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് പുരുഷന്മാർക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ടായിരിക്കും തോന്നുക. പക്ഷേ അതേ സമയത്ത് ഒരു പുരുഷനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും അയ്യേ ഇവനെന്തേ കാണിക്കുന്നത് ആ ഒരു ഫീലായിരിക്കും. പക്ഷേ സെയിം സാധനം ഇപ്പോൾ സ്ത്രീ ഒരു ഐസ്ക്രീം തിന്നുന്നു, അവളുടെ കവിളയിലും മൂക്കയിലും ഒക്കെ ആവുന്നു. അപ്പോൾ അത് കാണുമ്പോൾ പുരുഷനത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും, വളരെ ക്യൂട്ടായിട്ട് തോന്നും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്നതൊക്കെ കാണുമ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ട് വളരെ ആസ്വാദികരമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ആയിട്ടാണ് പുരുഷന്മാർക്കൊക്കെ തോന്നുക. തന്നെയല്ല ഇപ്പോൾ സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഫണ്ണി ആയിട്ടുള്ള തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു, അല്ലെങ്കിൽ കോമാളിത്തരം ഉള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫാഷനുകളുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു. അപ്പോൾ എന്ത് തരത്തിലുള്ള ഡ്രസ്സുകൾ അങ്ങനെ ഒരു പ്രത്യേകതയോടുകൂടി ധരിച്ചാലും അത് കാണുന്ന പുരുഷന്മാർക്ക് അത് പലപ്പോഴും വളരെയധികം ക്യൂട്ടായിട്ടാണ് തോന്നുക. അപ്പോൾ എല്ലാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ല കേട്ടോ. നമ്മളിപ്പം സൈക്കോളജി പറഞ്ഞാലും അതിലൊരു 70% ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറയുക. ഇതൊന്നും ഒരിക്കലും 100% ആൾക്കാരെ ഉദ്ദേശിച്ചിട്ട് ശരിയാവത്തില്ല. പക്ഷേ ഒരു മജോറിറ്റി ആൾക്കാരെ സംബന്ധിച്ച്, ഒരു ഭൂരിപക്ഷം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ. അതൊരു മൈനോറിറ്റി ആളുകൾക്ക് അത് അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലായിരിക്കാം. അവരെ നമ്മളത് കൂട്ടുന്നില്ല. നമ്മൾ പൊതുവായിട്ടുള്ള ആളുകളുടെ ഒരു പൊതു മനസ്സാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലും ഈ പറഞ്ഞ പുരുഷന്മാർക്ക് അത് വളരെയധികം ക്യൂട്ടായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞ 7 കാര്യങ്ങളും പുരുഷന്മാർ ചെയ്താൽ അതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ അവഹേളനപാത്രമാക്കി തീർക്കും, അല്ലെങ്കിൽ അവരോടൊരു പുച്ഛമായിരിക്കും എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ ഇതേ കാര്യങ്ങൾ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് വളരെയധികം ക്യൂട്ടായിട്ട് തോന്നും, വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നും. ഒരുപക്ഷേ അവർ പോലും അറിയാതെ മനസ്സിൽ ആ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ സ്ത്രീയോടൊരു സ്നേഹം വരെ അല്ലെങ്കിൽ ഒരു ഇഷ്ടം വരെ ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ എല്ലാവിധ കമൻസുകളും താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള ഫണ്ണി അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.